സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ ക്ഷണപ്രകാരം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ആഴ്ച സൗദിയിലെത്തുകയാണ്. ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും പ്രധാനമന്ത്രി ജിദ്ദയിലുണ്ടാകും. ഇന്ത്യയും സൗദിയും ഒരുപോലെ സഹകരണം ആഗ്രഹിക്കുന്ന ഘട്ടമാണിത്. എന്തെല്ലാമായിരിക്കും ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയാവുക? ഒപ്പം മുൻപ് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ കാലത്തുണ്ടായതുപോലെ പ്രവാസികൾക്കായി എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ? പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏപ്രിൽ 22, 23 തീയതികളിൽ സൗദി അറേബ്യ സന്ദർശിക്കാനിരിക്കുകയാണ്. ആദ്യ 2 തവണ പ്രധാനമന്ത്രിയായപ്പോഴും നരേന്ദ്രമോദി സൗദിയിലെത്തിയിരുന്നു. 3-ാം തവണ പ്രധാനമന്ത്രിയായ ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ സന്ദർശനമാണിത്. സൗദി അറേബ്യ ഇന്ത്യയുമായും ഇന്ത്യ തിരിച്ചും സഹകരണം കൂടുതൽ ആഗ്രഹിക്കുന്ന ഘട്ടമാണിത്. അതിന്റെ പശ്ചാത്തലവും കാരണങ്ങളും പരിശോധിക്കുകയാണ്. 2010-ൽ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ ഭരണകാലത്ത് നടന്ന റിയാദ് ഡിക്ലറേഷൻ സൗദി ഇന്ത്യ ബന്ധത്തിലെ സുപ്രധാന നാഴികക്കല്ലായിരുന്നു. അതിന്റെ ചുവട് പിടിച്ചായിരുന്നു ഇന്ത്യ സൗദി സൗഹൃദം വിവിധ മേഖലകളിലേക്ക് കടന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിച്ചതിലൂടെ സാമ്പത്തിക സഹകരണം ശക്തിപ്പെടുത്തുകയാണ് സൗദിയുടെ ലക്ഷ്യം. വ്യാപാരം, ഊർജം, പ്രതിരോധം, അടിസ്ഥാന സൗകര്യം തുടങ്ങിയ മേഖലകളിൽ സുപ്രധാന കരാറുകൾ ഒപ്പിടുമെന്നാണ് സൂചന. സൗദി അറേബ്യ ഇന്ത്യയുടെ പ്രധാന ഊർജ്ജദാതാവാണ്. ഇന്ത്യൻ കമ്പനികൾക്ക് സൗദിയിൽ നിക്ഷേപ അവസരങ്ങൾ വർദ്ധിപ്പിക്കാനും ഈ സന്ദർശനം ലക്ഷ്യമിടുന്നു. ഇന്ത്യ, ചൈന പോലുള്ള വലിയ ഏഷ്യൻ മാർക്കറ്റുകളിൽ സൗദിക്ക് കണ്ണുണ്ട്. അതിൽ ചൈനയിൽ നിന്നും ഉണ്ടായതിന് സമാനമായ നിക്ഷേപം സൗദി ലക്ഷ്യം വെക്കുന്നുണ്ട്. തിരിച്ച് ഇന്ത്യയും സൗദി കമ്പനികളെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുന്നു. രണ്ടായിരത്തി 2023-ൽ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ ഇന്ത്യ സന്ദർശിച്ചതിന്റെ തുടർച്ചയായാണ് ഈ സന്ദർശനം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം 2010-ലെ റിയാദ് പ്രഖ്യാപനം മുതൽ ശക്തമാണ്. ഇത് കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള ചർച്ചകളും ഈ സന്ദർശനത്തിൽ തുടരും. IMEEC അഥവാ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ ഈ സന്ദർശനത്തിലെ പ്രധാന ചർച്ചയാകുമോ എന്നതാണ് വ്യാപാര ലോകം ഉറ്റുനോക്കുന്നത്. ഇതിൽ പുരോഗതിയുണ്ടായാൽ വ്യാപാര ലോജിസ്റ്റിക്സ് മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സുരക്ഷയും സ്വതന്ത്ര വ്യാപാരത്തിന്റെ ആവശ്യകതയും ചർച്ചയിൽ ഉൾപ്പെടും. ഇരു രാജ്യങ്ങളും സമുദ്ര സുരക്ഷ ഉറപ്പാക്കാൻ കൂട്ടായി പ്രവർത്തിക്കാൻ ധാരണയാകുമോ എന്നതും ചർച്ചക്കൊടുവിൽ അറിയാം. ഇന്ത്യ സൗദി സൗഹൃദ ബന്ധം പുതിയ മേഖലകളിലേക്ക് കടന്നത് 2010-ൽ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ ഭരണകാലത്താണ്. 2006-ൽ സൗദിയിലെ അബ്ദുള്ള രാജാവിന്റെ ഇന്ത്യ സന്ദർശനമായിരുന്നു അതിന് വഴിയൊരുക്കിയത്. കാരണം അന്നാണ് 48 വർഷത്തിന് ശേഷം ഒരു സൗദി രാജാവ് ഇന്ത്യ സന്ദർശിച്ചത്. ഇതിനുശേഷമായിരുന്നു പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ സൗദി സന്ദർശനം. 2010-ൽ നടന്ന ഈ സന്ദർശനത്തിലാണ് സുപ്രധാനമായ റിയാദ് ഡിക്ലറേഷൻ ഉണ്ടായത്. ഇന്ത്യ സൗദി ബന്ധത്തിന്റെ അതുവരെയുള്ള ചിത്രം തന്നെ മാറ്റിയതായിരുന്നു റിയാദ് പ്രഖ്യാപനം. അബ്ദുള്ള രാജാവുമായുള്ള ഈ സംയുക്ത പ്രഖ്യാപനത്തോടെ ഇരു രാജ്യങ്ങളുടെയും ബന്ധം ഊർജ വ്യാപാരത്തിനും പ്രവാസി തൊഴിലാളികൾക്കും അപ്പുറം വിപുലമായ മേഖലകളിലേക്ക് കടന്നു. ഊർജം, പ്രതിരോധം, സുരക്ഷ, സാമ്പത്തികം, സാംസ്കാരികം എന്നിങ്ങനെ വൈവിധ്യമാർന്ന മേഖലകളിലേക്ക് ഇന്ത്യയും സൗദിയും സഹകരണം വർദ്ധിപ്പിച്ചു. ആ പ്രഖ്യാപനത്തിന് മറ്റു പ്രാധാന്യങ്ങളുമുണ്ടായിരുന്നു.
UPA ഭരണകാലത്ത് മൻമോഹൻ സിംഗിന്റെ റിയാദ് ഡിക്ലറേഷനോടെ ഇന്ത്യ സൗദി ബന്ധത്തെ ഊർജ്ജ വ്യാപാരത്തിനപ്പുറം വൈവിധ്യമാർന്ന മേഖലയിലേക്കാണ് അത് കൈപ്പിടിച്ചുയർത്തിയത്. ഇന്ത്യയെ മിഡിൽ ഈസ്റ്റിലെ ഒരു പ്രധാന നയതന്ത്ര ശക്തിയായി സ്ഥാപിക്കുന്നതിനും അത് പിൽക്കാലത്ത് സഹായിച്ചു എന്ന് മാത്രമല്ല, അന്താരാഷ്ട്ര വേദികളിൽ പരസ്പര സഹകരണം ശക്തിപ്പെടുത്താൻ ഇരു രാജ്യങ്ങളും ധാരണയിലെത്തിയതും ഈ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ്. അന്നുണ്ടാക്കിയ ആ ധാരണയുടെ കൂടി ഫലമായിരുന്നു 2023 ഇന്ത്യ G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ചപ്പോൾ സൗദി അറേബ്യ പിന്താങ്ങിയത്. G20, UN പോലുള്ള അന്താരാഷ്ട്ര വേദികളിലെ പങ്കാളിത്തത്തിനും ഇന്ത്യയുടെ നിലപാടിനും സൗദിയുടെ പിന്തുണ ഉറപ്പാക്കാനും റിയാദ് ഡിക്ലറേഷൻ സഹായിച്ചിരുന്നു. G20 ഉച്ചകോടിക്ക് ശേഷം പ്രഖ്യാപിച്ച ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി റിയാദ് പ്രഖ്യാപനത്തിന്റെ തന്ത്രപരമായ ദീർഘവീക്ഷണത്തിന്റെ തുടർച്ചയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2016-2019 സൗദി സന്ദർശനങ്ങളും 2019-2023 സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ ഇന്ത്യ സന്ദർശനങ്ങളും റിയാദ് പ്രഖ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ ബന്ധം കൂടുതൽ ശക്തമാക്കുകയും ചെയ്തു. ഇന്ത്യയിൽ നിന്ന് സൗദിയിലേക്ക് കൂടുതൽ നിക്ഷേപകർ എത്തുന്ന സമയമാണിത്. സൗദി നിക്ഷേപകർക്കായി വേഗത്തിൽ വാതിൽ തുറക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ നിക്ഷേപകരായി എത്തുന്നവർക്ക് വേണ്ട പിന്തുണയും പരിഗണനയും കൂടുതൽ ലഭ്യമാക്കാൻ ഇടപെടൽ വേണം. ഇതാണ് പ്രധാനമന്ത്രിയുടെ പുതിയ സന്ദർശനത്തിൽ പ്രവാസികൾ ഏറെ ആഗ്രഹിക്കുന്നത്. സൗദിയിൽ നിന്ന് ഏതാണ്ട് 70,000 കോടിയിലേറെ രൂപ ഇന്ത്യക്ക് ഓരോ വർഷവും ലഭിക്കുന്നുണ്ട്. സൗദി അറേബ്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ വിദേശ നാണ്യം ലഭിക്കുന്നത് ഇന്ത്യക്കാണ്. ഇന്ത്യയിലേക്ക് കൂടുതൽ വിദേശ നാണ്യം എത്തിക്കുന്നതിൽ US-നും ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരുള്ള UAE-ക്കും തൊട്ടുപിറകിൽ സൗദി അറേബ്യയുമുണ്ട്. പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അബ്ദുള്ള രാജാവുമായി നടത്തിയ റിയാദ് ഡിക്ലറേഷന്റെ പ്രധാന ഹൈലൈറ്റ് പ്രവാസികളുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ടായിരുന്നു. സൗദി അറേബ്യയിലെ ലക്ഷക്കണക്കിന് ഇന്ത്യൻ പ്രവാസികളുടെ തൊഴിൽ, ജീവിത സുരക്ഷ, ക്ഷേമം എന്നിവ ഉറപ്പാക്കുന്നതിന് പ്രത്യേക ശ്രദ്ധ ആ ഡിക്ലറേഷനിലുണ്ടായിരുന്നു. ഇന്ത്യയും സൗദി അറേബ്യയും പ്രവാസി തൊഴിലാളികളുടെ ക്ഷേമം ഉറപ്പാക്കാൻ പ്രതിബദ്ധതയും അന്ന് പ്രഖ്യാപിച്ചു. റിയാദ് പ്രഖ്യാപനത്തിന്റെ ഭാഗമായി സൗദിയിലെ ഇന്ത്യൻ എംബസിയും കോൺസുലേറ്റും പ്രവാസികളുടെ പരാതികൾ പരിഹരിക്കാൻ കൂടുതൽ സജീവമായിരുന്നു. തൊഴിൽ തർക്കങ്ങൾ, ശമ്പള കുടിശ്ശിക പ്രശ്നങ്ങൾ, പാസ്പോർട്ട്, വിസ പ്രശ്നങ്ങൾ എന്നിവ പരിഹരിക്കാൻ എംബസി സൗദി സർക്കാർ സഹകരണം ശക്തമാക്കി. ഇന്ത്യൻ എംബസിക്ക് കീഴിൽ 24 മണിക്കൂറും ഹെൽപ്പ് ലൈൻ ആരംഭിച്ചതും അക്കാലത്താണ്. ഇത് പ്രവാസികൾക്ക് അടിയന്തര സഹായം ലഭിക്കാൻ സഹായിച്ചു. സൗദി തൊഴിൽ മന്ത്രാലയവുമായുള്ള ഏകോപനം ഈ സേവനങ്ങൾ കാര്യക്ഷമമാക്കി. അന്നുണ്ടായ ആ നിലയിൽ നിന്നും കൂടുതൽ ഉയരങ്ങളിലേക്ക് ഇനിയും പ്രവാസി ക്ഷേമം എത്തേണ്ടതുണ്ട്. പൊതുമാപ്പ്, സൗദി ജയിലിൽ ഗുരുതരമല്ലാത്ത കുറ്റങ്ങൾക്ക് തടവിൽ കഴിയുന്നവരുടെ മോചനം എന്നിവക്കും മൻമോഹൻ സിംഗിന്റെ കാലത്തെ സന്ദർശനം നേട്ടമുണ്ടാക്കിയിരുന്നു. അത്ര സജീവമായ പ്രവാസി ക്ഷേമത്തിലെ ഇടപെടൽ ഇപ്പോഴും വേണ്ടതില്ലേ എന്ന ചോദ്യമുണ്ട്. പൊതുമാപ്പും തൊഴിൽ കേസുകളിൽ വേഗത്തിലുള്ള തീർപ്പും ആഗ്രഹിച്ച് ആയിരക്കണക്കിന് ഇന്ത്യക്കാർ ഇപ്പോഴും സൗദിയിലുണ്ട്. വിവിധ കരാറുകൾക്കൊപ്പം നയതന്ത്ര ഇടപെടൽ ഇക്കാര്യങ്ങളിലൊക്കെ മൂന്നാമത്തെ ഈ സന്ദർശനത്തിലെങ്കിലും ഉണ്ടാകുമോ എന്നതാണ് പ്രവാസികളുടെ ചോദ്യം.